ലോക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു മാറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു അറുതി വരുത്താൻ ലോക ശക്തികൾ ഒത്തുചേരുമ്പോൾ അവിടെ നായകസ്ഥാനത്ത് ഭാരതത്തിന്റെ പേര് മുഴങ്ങിക്കേൾക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അതിപ്രധാനമായ ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിലേക്ക് ഭാരതത്തിന് ലഭിച്ച ക്ഷണം വെറുമൊരു വാർത്തയല്ല. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതം നേടിയെടുത്ത സ്വാധീനത്തിന്റെ തെളിവാണ്. ലോകം മുഴുവൻ വിറച്ചു നിൽക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ സമാധാനം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ വിളിക്കുന്നത്? അവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ നയതന്ത്ര മികവ് നാം തിരിച്ചറിയേണ്ടത്. ഗാസയിലെ വെടിയൊച്ചകൾക്ക് അറുതി വരുത്താനും തകർന്നു പോയ ഒരു ജനതയെ വീണ്ടും കെട്ടിപ്പടുക്കാനും ഭാരതത്തിന്റെ സഹായം അമേരിക്ക തേടുന്നത് ലോകം വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. 60ഓളം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ മുൻനിരയിൽ നിർത്തുമ്പോൾ അത് ഏഷ്യയിലെ ഒരു ശക്തി എന്ന നിലയിലല്ല, മറിച്ച് ലോകത്തിന്റെ വിശ്വഗുരു എന്ന നിലയിലുള്ള അംഗീകാരമാണ്. എന്താണ് ഈ ബോർഡ് ഓഫ് പീസ്? ഇന്ത്യയെ ഇതിലേക്ക് ക്ഷണിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനായി ഇന്ത്യ നൽകേണ്ടി വരുന്ന കോടികളുടെ ഫണ്ടിന്റെ നിഗൂഢത എന്താണ്? ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമായി ഒരു പുതിയ ലോകക്രമം ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഗാസയിലെ സമാധാന ചർച്ചകളും ഭാരതത്തിന്റെ നിർണായക പങ്കും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായി നോക്കാം. എന്താണ് ഈ പദ്ധതി? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഗാസയിൽ സമാധാനം കൊണ്ടുവരാനും ആ പ്രദേശം പുനർനിർമ്മിക്കാനുമായി ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്ത ഒരു രാജ്യാന്തര സംവിധാനമാണിത്. ഇതിനെ 20 ഇന സമാധാന പദ്ധതി എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ നമ്മൾ കണ്ടതാണ് ലോക നേതാക്കളെ ഒരേ ചരടിൽ കോർക്കാൻ ഇന്ത്യക്കുള്ള കഴിവ്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പുടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ മോദിയുടെ വാക്കുകൾ ഇന്ന് ആഗോള മുദ്രാവാക്യമാണ്. ആ ഉറച്ച നിലപാടാണ് ഗാസയിലെ തർക്കങ്ങൾ പരിഹരിക്കാനും സഹായകമാകുന്നത്. നെതന്യാഹുവിന്റെ ആശങ്കകൾ പരിഹരിക്കാനും ട്രംപിന്റെ പദ്ധതി വിജയിപ്പിക്കാനും ഇന്ത്യയുടെ സാന്നിധ്യം അവിടെ പാലമായി പ്രവർത്തിക്കും. ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ സമാധാന സമിതിയിലേക്ക് ഇന്ത്യയെ വിളിച്ചത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഗാസയിലെ യുദ്ധാനന്തര ഭരണം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഭാരതത്തിന് പ്രത്യേക കഴിവുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. സമിതിയുടെ 20 ഇന സമാധാന പദ്ധതി നടപ്പിലാക്കാൻ ഇന്ത്യയെ പോലെ വിശ്വസ്തനായ ഒരു പങ്കാളിയെ അമേരിക്കയ്ക്ക് വേറെ കിട്ടാനില്ല. ഈ സമിതിക്ക് പ്രധാനമായും 4 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഗാസയുടെ പുനർനിർമ്മാണമാണ്. വെറും കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല, അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം കൊണ്ടുവരാനും ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാനും ഇന്ത്യയുടെ ഉപദേശങ്ങൾ അമേരിക്ക തേടുന്നുണ്ട്. ലോകമെമ്പാടും സമാധാന സേനയെ അയച്ചു പരിചയമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ അനുഭവ സമ്പത്തും ഇവിടെ ചർച്ചയാകുന്നുണ്ട്. ഭാരതം ലോകത്തിന്റെ സമാധാന ദൂതനായി മാറുന്ന കാഴ്ചയാണിത്. പഴയതുപോലെ ലോകശക്തികളുടെ തീരുമാനങ്ങൾക്കായി കാത്തു നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇന്നത്തെ ഭാരതം. പകരം ലോകം എന്ത് തീരുമാനിക്കണമെന്ന് നിശ്ചയിക്കുന്ന ശക്തിയായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധവേളയിൽ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് ലോക നേതാക്കളുടെ മുഖത്ത് നോക്കി പറയാൻ നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കാണ് ധൈര്യമുണ്ടാകുക? ആ ആർജവമാണ് ഇന്ന് ഗാസയിലെ സമാധാന ചർച്ചകളിലേക്ക് ഭാരതത്തെ എത്തിച്ചിരിക്കുന്നത്. ഈ ദൗത്യത്തിലേക്ക് ഇന്ത്യയെ പരിഗണിക്കാൻ പ്രധാന കാരണം നമ്മുടെ സന്തുലിതമായ വിദേശ നയമാണ്. ഇസ്രായേലുമായി ഇന്ത്യക്ക് ചരിത്രപരമായ സൗഹൃദമുണ്ട്. പ്രധാനമന്ത്രി മോദിയും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഇസ്രായേലിന്റെ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ പലസ്തീനിലെ സാധാരണക്കാരുടെ വേദനയിൽ ഭാരതം കണ്ണടച്ചില്ല. യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽക്കേ പലസ്തീന് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ ഇന്ത്യ മടിച്ചു നിന്നില്ല. മരുന്നുകളും ഭക്ഷണവും ടെന്റുകളും ഉൾപ്പെടെ ടൺ കണക്കിന് സഹായ സാമഗ്രികളാണ് മോദി സർക്കാർ ഗാസയിലേക്ക് അയച്ചത്. അറബ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായും ഒരേ സമയം മികച്ച ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് ഇന്ന് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനും പലസ്തീനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന മധ്യസ്ഥനായി ട്രംപ് ഇന്ത്യയെ കാണുന്നത്. ഈ സമിതി വെറും ഒരു ചർച്ചാ വേദിയല്ല, ഇതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഗാസയിൽ ഒരു പുതിയ പലസ്തീൻ ഭരണസമിതി ഉണ്ടാക്കുക, അവിടുത്തെ ഹമാസ് പോരാളികളെ നിരായുധീകരിക്കുക, ഒരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുക എന്നിവയാണത്. ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുടെ അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ ഏറ്റവും കൂടുതൽ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാകുക, ഇസ്രായേലിന്റെയും അറബ് രാജ്യങ്ങളുടെയും ഒരുപോലെ വിശ്വസ്തനാകുക, ഇത് ലോക രാഷ്ട്രീയത്തിലെ അതിശയകരമായ ഒരു മാന്ത്രികതയാണ്. മോദി നയതന്ത്രം ലോകത്തിനു മുന്നിൽ ഒരു പാഠപുസ്തകമാണ്. ലോകം മുഴുവൻ ചേരിതിരിഞ്ഞ് പോരടിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന വിശ്വഗുരു എന്ന പദവിയിലേക്ക്
ഭാരതം ഉയർന്നു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ട്രംപിന്റെ ഈ ക്ഷണം. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ കമ്പനികൾക്കും സാങ്കേതിക വിദ്യയ്ക്കും വലിയ അവസരങ്ങളാണ് ഗാസയിൽ ഒരുങ്ങുന്നത്. വെറും ഒരു സമാധാന ചർച്ച എന്നതിനപ്പുറം ഗാസയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാരതത്തിന്റെ കയ്യൊപ്പ് പതിയാൻ പോകുന്നു എന്നതാണ് ഇതിനർത്ഥം. സ്വിറ്റ്സർലാൻഡിലെ ദവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ഇതിന്റെ അന്തിമ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ലോകം ഭാരതത്തെ ഉറ്റുനോക്കും. ഈ സമിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു ചർച്ച നടക്കുന്നത് ഇതിലെ സാമ്പത്തിക നിബന്ധനകളെ കുറിച്ചാണ്. ബോർഡ് ഓഫ് പീസിൽ സ്ഥിരാംഗത്വം വേണമെങ്കിൽ $100 കോടി നൽകണം എന്നൊരു വ്യവസ്ഥയുള്ളതായി റിപ്പോർട്ടുകൾ പറയപ്പെടുന്നുണ്ട്. ഇത് ഗാസയുടെ വികസനത്തിനുള്ള നിക്ഷേപമായാണ് അമേരിക്ക കാണുന്നത്. ഇത്രയും വലിയൊരു തുക നൽകാൻ ശേഷിയുള്ള ലോകത്തിലെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്ന് ലോകം ഇതിലൂടെ അംഗീകരിക്കുകയാണ്. ടോണി പ്ലെയർ, അജയ് ബംഗ തുടങ്ങിയ ലോക പ്രശസ്തരായ വ്യക്തികൾ ഈ സമിതിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിലുണ്ട്. ഇന്ത്യക്കാരനായ അജയ് ബംഗ ലോകബാങ്ക് തലവനായിരിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഈ സമിതിയിൽ സംരക്ഷിക്കപ്പെടും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഭാരതം വഹിക്കാൻ പോകുന്ന ഈ പുതിയ ദൗത്യം കേവലം ഒരു പദവിയല്ല, മറിച്ച് ലോകം രാജ്യത്തിന് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. യുദ്ധം തകർത്ത ഗാസയുടെ മണ്ണിൽ സമാധാനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും സന്ദേശവുമായി ഭാരതം എത്തുമ്പോൾ അത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറക്കും. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ ഇസ്രായേലും പലസ്തീനും ഒരുപോലെ സ്വീകാര്യമായ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യം ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത നയതന്ത്ര ബന്ധങ്ങളുടെ വിജയമാണിത്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ക്ഷണം. $100 കോടി നിക്ഷേപത്തെക്കുറിച്ചും സമിതിയിലെ അംഗത്വത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ പണത്തെക്കാൾ ഉപരിയായി ഭാരതത്തിന്റെ ധാർമ്മികമായ സ്വാധീനത്തിനാണ് അമേരിക്ക മുൻഗണന നൽകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ സമിതിയുടെ രൂപീകരണത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ആശങ്കകൾ പരിഹരിക്കാനും സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും മോദി നെതന്യാഹു സൗഹൃദം ഒരു വലിയ പാലമായി പ്രവർത്തിക്കും. പലസ്തീൻ ജനതയുടെ സുരക്ഷയും ഇസ്രായേലിന്റെ നിലനിൽപ്പും ഒരുപോലെ പരിഗണിക്കുന്ന ഭാരതത്തിന്റെ ഈ സന്തുലിത നിലപാട് ഗാസയിൽ പുതിയൊരു പുലരിക്ക് കാരണമാവും. സ്വിറ്റ്സർലാൻഡിലെ ദവോസിൽ വെച്ച ഈ സമാധാന സമിതിയുടെ അന്തിമ പട്ടിക പുറത്തുവരുമ്പോൾ ലോകത്തിന്റെ സമാധാന ദൂതനായി ഭാരതം ഔദ്യോഗികമായി വാഴ്ത്തപ്പെടും. ലോകത്തെ നയിക്കുന്ന വിശ്വഗുരു എന്ന പദവിയിലേക്ക് പിച്ചുവെക്കുന്ന ഭാരതത്തിന്റെ ഈ വൻ കുതിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.